തിയേറ്ററിൽ കസറി ഒരമ്മ പെറ്റ അളിയന്മാർ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഒരമ്മ പെറ്റ അളിയന്മാർ, തിയേറ്ററിൽ കസറി ഒരമ്മ പെറ്റ അളിയന്മാർ. തിയേറ്ററിൽ കസറി ഒരമ്മ പെറ്റ അളിയന്മാർ. ഗുരുവായൂർ അമ്പലനടയിൽ ഓപ്പണിംഗ് ദിനത്തിന്റെ ആ ഗംഭീര നേട്ടം എത്രയാണെന്ന് അറിയാൻ നിങ്ങൾ താല്പര്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഇതാ ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്ന് നിമിഷങ്ങൾക്കകം തന്നെ ആളുകൾ അത് സത്യം തന്നെയാണെന്ന് ഉറപ്പുവെക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം പല തിയേറ്ററുകളിലും പല സെന്ററുകളിലും എക്സ്ട്രാ ഷോകൾ, ലേറ്റ് നൈറ്റ് ഷോകൾ പ്രദർശിപ്പിച്ചു എന്നാണ് അറിയുന്നത്. റിലീസ് ദിവസം തന്നെ ഗംഭീര പ്രതികരണങ്ങൾ തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ലോഡിംഗ് എന്നാണ് പറയുന്നത്. പൃഥ്വിരാജും ബേസിൽ ജോസഫും നായകനായി എത്തിയ ഈ ചിത്രം പ്രേക്ഷകർ ഓപ്പണിംഗ് ദിനത്തിൽ തന്നെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യ ദിനം മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം 3.75 കോടി രൂപയാണ് ചിത്രം ഇന്ത്യയിൽ നിന്നും മാത്രം കഴിഞ്ഞ ദിവസം നേടിയിരിക്കുന്നത്. പലയിടങ്ങളിലും ചിത്രം ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എക്സ്ട്രാ ഷോകളും ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല തിയേറ്ററുകളിലും. പൃഥ്വിരാജിന്റെ ഹൈ ക്ലാസ് പ്രകടനവും ബേസിലിന്റെ മികച്ച അഭിനയത്തെയും പുകഴ്ത്തിയാണ് പലരും എത്തുന്നത്. 900-ലധികം തിയേറ്ററുകളിലാണ് ഗുരുവായൂർ അമ്പലനടയിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരിക്കുന്നത്. നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ്, രേഖ, ഇർഷാദ്, സിജു സണ്ണി, സഫ്വാൻ, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, മനോജ് KU എന്നിവരാണ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റു താരങ്ങൾ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോനും E4 എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത, CV സാരഥി എന്നിവർ ചേർന്നുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിപിൻ ദാസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. തിരക്കഥ ദീപു പ്രദീപിന്റേതാണ്. നീരജ് രവിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് അത്രയും രസകരമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് ആ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യ പകുതിയിലെ ഫാസ്റ്റ് മൂവ്മെന്റും അതുപോലെ കോമഡിയും, രണ്ടാം പകുതിയിലെ വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമാക്സ് രംഗങ്ങളും പഴയകാലത്തെ സിദ്ദിഖ് ലാൽ, പ്രിയദർശൻ സിനിമ കൂട്ടുകെട്ടിലിറങ്ങിയ കിടിലൻ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതി പോകുന്നത്. ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന രണ്ടാം പകുതി എന്നാണ് അഭിപ്രായം. ഗംഭീരമായിട്ടുള്ള ആദ്യ പകുതിയും കൂടി ചേരുമ്പോൾ കുടുംബസമേതം ആസ്വദിക്കാവുന്ന വൾഗർ കോമഡികളില്ലാത്ത മികച്ചൊരു കോമഡി ചിത്രം എന്നാണ് കൂടുതൽ പ്രേക്ഷകരുടെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെ ചിത്രം തിയേറ്ററിൽ വർക്കാവുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ചില രംഗങ്ങൾ കല്ലുകടി ഒഴിവാക്കിയാൽ മികച്ചൊരു എന്റർടൈൻമെന്റ് തന്നെയായിട്ടാണ് ചിത്രത്തെ എനിക്ക് അനുഭവപ്പെട്ടത്. ക്ലൈമാക്സിലെ നന്ദനം റെഫറൻസ് ഇഷ്ടപ്പെട്ടെന്ന് ഒരുപാട് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നതായി കണ്ടു. അനശ്വര രാജന്റെ സഹോദരനായിട്ടാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ വേഷമിടുന്നത്. അനശ്വരയും ബേസിലും തമ്മിലുള്ള വിവാഹവും അതുമായി ബന്ധപ്പെട്ട രസകരമായ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ മുഖ്യ പ്രമേയം. അജു വർഗീസ് ചിത്രത്തിൽ ഒരു ഗാനം ആലപിക്കുകയും പ്രത്യേകിച്ച് ഒരു കാമിയോ റോൾ ആയി വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സിനിമ തിയേറ്ററിൽ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടർബോ വരുന്നതുവരെ ഈ ചിത്രം ഒരുപാട് കളക്ഷൻ നേടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ 100 കോടിക്കടുത്ത് ഒരാഴ്ച കൊണ്ട് ചിത്രം നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് പലരും പറയുന്നത്. ഫാമിലികൾ ഏറ്റെടുത്താൽ അങ്ങനെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.